Hi students. ഇന്ന് നമുക്ക് ടൈം ഡയലേഷനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇത് നിങ്ങളുടെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ ഒരു ടോപ്പിക് ആണ്. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ ലെങ്ത് കോൺട്രാക്ഷൻ എന്ന ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് ടൈം ഡയലേഷൻ എന്താണ് ടൈം ഡയലേഷൻ എന്ന് നോക്കാം. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് when an object is moving at some speed relative to another object, the parameters related to that changes. അപ്പോൾ അതെന്തെല്ലാം ചേഞ്ചസ് ആണ് സംഭവിക്കുക? അപ്പൊ ലെങ്ത്തിൽ വരുന്ന ചേഞ്ച് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ലെങ്ത് കോൺട്രാക്ഷൻ എന്നറിയപ്പെട്ടു. ഓക്കെ, സോ ഇവിടെ ജസ്റ്റ് കൺസിഡർ ടു ഇനർഷ്യൽ ഫ്രെയിംസ്. രണ്ട് ഇനർഷ്യൽ ഫ്രെയിമുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. വൺ ഫ്രെയിം ഈസ് എസ് ഫ്രെയിം ആൻഡ് അനദർ ഫ്രെയിം ഈസ് എസ് ഡാഷ് ഫ്രെയിം. എസ് ഫ്രെയിം അറ്റ് റെസ്റ്റ് ആൻഡ് എസ് ഡാഷ് ഫ്രെയിം ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമാണ് എസ് ഡാഷ് എന്ന് വിചാരിക്കുക. അപ്പൊ ഇനിഷ്യലി രണ്ടുപേരും ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അറ്റ് ടൈം ടി ഈക്വൽ ടു 0 both these frames start from the same point. After that the frame S remains at rest while the second frame S dash starts moving with a speed V dash. Now after some time, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു ടൈം ഇന്റർവൽ ഇത് മെഷർ ചെയ്യാൻ പോവാണ്. So after some time, a difference, the time interval between two events, രണ്ട് ഇവന്റ് എസ് ഡാഷ് എന്ന ഫ്രെയിമിൽ നോക്കുമ്പോൾ മൂവ് ചെയ്യുന്ന ഫ്രെയിമിൽ മെഷർ ചെയ്തിട്ടുള്ള അപ്പൊ രണ്ട് ഇവന്റുകൾ നടക്കുകയാണ്. അപ്പോൾ there are two frames. One is a frame at rest, another is a frame which is moving with a speed v dash. So an event is occurring, and this event occur here in a time t1 dash, and here that event occur in a time t2 dash. T2 dash, I mean not square. Okay, അപ്പൊ ഫസ്റ്റ് റെസ്റ്റ് ഫ്രെയിമിൽ നിന്നാണ് ഇത് നോക്കുന്നതെങ്കിൽ അത് കാണുന്ന ടൈം എന്ന് പറയുന്നത് T1 ആണ്, ഇത് T2 ആണ്. സോ വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ടൈം ഡിഫറൻസ്. അപ്പൊ ഇവിടെ വരുന്ന ഈ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഡെൽറ്റ T0 എന്ന് കൊടുത്തിരിക്കുന്നു. അത് റെസ്റ്റ് ഫ്രെയിമിൽ ദിസ് ഈസ് ടൈം ഡെൽറ്റ T. ഓക്കെ, സോ now you have to find what is the relation between these two time intervals. ഈ രണ്ട് ടൈം ഇന്റർവലുകൾ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. Okay, so delta, so we can write this as delta T0 equal to T2 dash minus T1 dash. അതുപോലെ delta T is equal to T2 minus T1. ഇത് S ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ടൈം ഡിഫറൻസ് ആണ്. ഇനി ഇത് രണ്ടും എങ്ങനെ റിലേറ്റ് ചെയ്യും? ഈ രണ്ട് ഫ്രെയിമുകളും അല്ലെങ്കിൽ ഈ രണ്ട് ടൈം ഡിഫറൻസുകളും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ അനുസരിച്ച് ഈ രണ്ട് ടൈം ഇന്റർവൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? ടി ഈക്വൽ ടു ടി ഡാഷ് പ്ലസ് വി എക്സ് ഡാഷ് ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഈ റിലേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇതനുസരിച്ച് T1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? T1 is T1 dash plus Vx dash divided by C square all divided by root of 1 minus V square by C square. ഇതുപോലെ T2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is T2 dash plus Vx dash divided by Vx dash divided by C square divided by root of 1 minus V square divided by C square. അങ്ങനെയാണെങ്കിൽ ഇത് ഡിഫറൻസ് ടൈം ഡിഫറൻസ് എന്താണ്? T2 മൈനസ് T1 കണ്ടുപിടിക്കുമ്പോൾ ഇതിനകത്ത് LCM കോമൺ ആണ്. അപ്പൊ അതുകൊണ്ട് ന്യൂമറേറ്റർ മാത്രം നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ T2 ഡാഷ് മൈനസ് T1 ഡാഷ് ആ സെക്കൻഡ് ടൈം ക്യാൻസൽ ആയി പോകും. സെയിം ആണ്, ദാറ്റ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ. അപ്പൊ ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ടേം ആണ് നമ്മളുടെ ഡെൽറ്റ ടി, റൈറ്റ് സൈഡിൽ ഉള്ള ടേം ആണ് ഡെൽറ്റ ടി ഡാഷ് ഓർ ഡെൽറ്റ T0. We can write delta T equal to delta T0 divided by root of 1 minus V square by C square. അപ്പൊ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം ഡെൽറ്റ T is greater than delta T0 കാരണം V is less than C. അപ്പൊ അതുകൊണ്ട് ആ സെക്കൻഡ് ടേം 1 മൈനസ് ആ ഒരു ടേം എന്ന് പറയുമ്പോഴത്തേക്കും കിട്ടുന്ന ആൻസർ ഒരു 0.9, 0.8, 0.7, അപ്പൊ ഒരു ഡെസിമൽ നമ്പർ ആയി കിട്ടുക. അപ്പൊ അത് വെച്ചിട്ട് ഡെൽറ്റ T0 ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ T will be larger. അപ്പൊ ഡെൽറ്റ T is greater than delta T0. So that shows an interval of time observed in the rest frame
is longer than in the S dash frame. അപ്പോൾ റെസ്റ്റ് ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് മൂവിംഗ് ഫ്രെയിമിൽ ഒബ്സർവ് ചെയ്യുന്ന ടൈമിനേക്കാൾ കൂടുതലായിരിക്കും. സോ ദ ടൈം മെഷേർഡ് ഇൻ റെസ്റ്റ് ഫ്രെയിം ഈസ് ലോങ്ങർ ദാൻ, അതായത് ഡിലേ ലോങ്ങർ ടൈം എന്ന് പറഞ്ഞാൽ അതെന്താ, ഡയലേഷൻ, ഡിലേ ചെയ്തിരിക്കുന്നു, ഇറ്റ് ഇസ് ഡിലേഡ്. ദിസ് എഫക്ട് ഈസ് കോൾഡ് ടൈം ഡയലേഷൻ. ദിസ് മീൻസ് ദാറ്റ് എ മൂവിംഗ് ക്ലോക്ക് റൺസ് സ്ലോ. കൂടുതൽ ടൈം ഡയലേഷൻ അല്ലെങ്കിൽ ഡിലേ ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ ടൈം എടുക്കുന്നു. അപ്പൊ മൂവ് ചെയ്യുന്ന ഒരു ക്ലോക്ക് ഇറ്റ് റൺസ് സ്ലോ വിത്ത് റെസ്പെക്ട് ടു എ സ്റ്റേഷനറി ക്ലോക്ക് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. The smaller time interval means they're moving slow. When V tends to C, if the object, if the clock is moving at a speed near to C, അല്ലെങ്കിൽ C ലൈറ്റിന്റെ സ്പീഡിലോട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് എന്താണ് സംഭവിക്കുക, V equal to C വരുന്നു. അപ്പോൾ C by C വരും, 1 വരും, 1 minus 1 ടൈം, സോ 1 minus 1 എന്ന് വരും, so 0. So you will get an answer delta T0 equal to delta T times 0, that is delta T0 equal to 0. അപ്പോൾ മൂവ് ചെയ്യുന്ന ക്ലോക്ക് ലൈറ്റിന്റെ സ്പീഡിലാണ് ആ ക്ലോക്ക് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ഫ്രീസ്ഡ് ആയിരിക്കും, അതിൽ ടൈം കാണിക്കില്ല, ടൈം 0 ആയിരിക്കും വരിക. The passage of time and also the process of aging will be stopped according to this expression. Okay, this is all about time dilation. ടൈം ഡയലേഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇതുമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് ട്വിൻ പാരഡോക്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്വിൻ പാരഡോക്സ് എന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് ഈ ട്വിൻ പാരഡോക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അത് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞ കാര്യം, മൂവിംഗ് ക്ലോക്ക് റൺസ് സ്ലോ. സോ യു കൺസിഡർ ടു സിങ്ക്രണൈസ്ഡ് ക്ലോക്സ്, രണ്ട് ഒരേപോലെ ആക്കി വെച്ചിട്ടുള്ള ക്ലോക്കുകൾ കൺസിഡർ ചെയ്യുക. വൺ ഈസ് കെപ്റ്റ് ഓൺ എർത്ത് ആൻഡ് ദ അതർ ഈസ് ടേക്കൺ ഇൻ എ ഫാസ്റ്റ് മൂവിംഗ് ഒബ്ജക്ട്. ഒരു ക്ലോക്ക് എർത്തിൽ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് മറ്റൊരു ക്ലോക്ക് നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം മൂവിംഗ് ക്ലോക്ക് റൺസ് സ്ലോ, അത് പതുക്കെ ആയിരിക്കും, അത് അതിനകത്ത് ടൈം 1 hour എന്ന് കാണിക്കുന്നത് പതുക്കെ കാണിക്കുള്ളൂ, ടേക്സ് ലോങ്ങർ, ടൈം ഇലാപ്സ്ഡ് ലോങ്ങർ ആയിരിക്കാം മൂവ് ചെയ്യുന്ന ക്ലോക്കിൽ. മൂവിംഗ് ക്ലോക്ക് റൺസ് സ്ലോ എന്നൊരു ഇത് വെച്ചിട്ട്. പക്ഷെ ആക്ച്വലി ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫിസിക്കൽ ക്ലോക്ക് ആൻഡ് ബയോളജി. അപ്പൊ അങ്ങനെ കണക്കായി ഇപ്പൊ ഒരു ക്ലോക്ക്, റിയൽ ഫിസിക്കൽ ക്ലോക്കിന് വരെ നമുക്കൊരു ആളുടെ ഹേർട്ട് ബീറ്റ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാണ് എടുക്കുന്നതെങ്കിൽ അതും ഇത്തരത്തിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് മൂവ് ചെയ്യുമ്പോൾ അത് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഏജിങ് പ്രോസസ് സ്ലോ ആയിരിക്കും, ആ രീതിയിലൊക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒരു ട്വിൻ പാരഡോക്സ് സിറ്റുവേഷൻ കൊണ്ട് അനലൈസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി രണ്ട് ഒരു നമ്മൾ ടു ഐഡന്റിക്കൽ ട്വിൻസിനെ കൺസിഡർ, എ ആൻഡ് ബി. അപ്പൊ അതിൽ എ എന്ന് പറയുന്ന ആള്, ഒരു വളരെ വലിയ സ്പീഡില് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സ്പേസ് ഷിപ്പ് അവേ ഫ്രം ദ അതർ വൺ. അപ്പോ ഒരാള് എ എന്ന് പറയുന്ന ആള് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാണ്, ബി എന്ന് പറയുന്ന ആള് ഇവിടെ റെസ്റ്റ് ചെയ്യാണ് നിൽക്കുന്നത്. അപ്പോൾ ആക്ച്വലി രണ്ടുപേരും ഒരേ പ്രായത്തിലുള്ള ആൾക്കാരായിരുന്നു, ട്വിൻസ് ആണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇതിനകത്ത് രണ്ട് പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ഒരേപോലുള്ള ആളുകൾ അത് അവർ മൂവ് ചെയ്യുന്നു. വൺ ഈസ് ട്രാവലിംഗ്. അപ്പൊ ട്രാവൽ ചെയ്യുന്ന ആൾക്ക് നമുക്കറിയാം ക്ലോക്ക് റൺസ് സ്ലോ. അപ്പൊ അയാളുടെ ഏജിങ് പ്രോസസ് എല്ലാം സ്ലോ ആയിരിക്കും. അപ്പൊ വെൻ ഹി റിട്ടേൺസ് ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്, you can see that the person stayed on earth became too old and other person അത്ര ആയിട്ടില്ല എന്ന ഒരു സിറ്റുവേഷൻ. ഇതാണ് ദിസ് ഈസ് ആക്ച്വലി പാരഡോക്സിക്കൽ സിറ്റുവേഷൻ ആണ്. ആക്ച്വലി ഇത് ഇങ്ങനെയല്ല, തിരിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ ദ പേഴ്സൺ മൂവ് ചെയ്യുന്ന ആള്, ഈ സ്പേസ് ഷിപ്പിൽ മൂവ് ചെയ്യുന്ന ആള് തിരിച്ചാലോചിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എർത്ത് ഈസ് മൂവിങ് അവേ വിത്ത് ഫ്രം ദാറ്റ് പേഴ്സൺ, അങ്ങനെയും വിചാരിക്കാം. ഇൻ ദ റിവേഴ്സ് ഓർഡറിൽ എർത്ത് വളരെ അതായത് ദീസ് തിങ്സ് ആർ റിലേറ്റീവ്. അപ്പൊ ഒരാള് സ്പീഡിൽ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അയാൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് എർത്തിൽ നിൽക്കുന്ന ആള് വളരെ സ്പീഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ ദാറ്റ് പേഴ്സൺ ഈസ് മൂവിങ്. അപ്പൊ ആക്ച്വലി ഈ ഈസ് നോട്ട്, അയാളുടെ ക്ലോക്ക് ആയിരിക്കും സ്ലോ ആയിട്ട് റൺ ചെയ്യുക. സോ അയാൾക്കായിരിക്കും ഏജ്, തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ഏജ് കുറവായിട്ട് തോന്നുന്ന സിറ്റുവേഷൻ. സോ ദർ ഇസ് എ ലോജിക്കൽ കോൺട്രാഡിക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു. ദാറ്റ് ഇസ് എ പാരഡോക്സിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണിത്. Okay, this is actually called a twin paradox. This paradox comes because we assumed that twin situations are symmetrical and interchangeable. Actually, നമ്മളെടുത്ത assumption ശരിയല്ല. അതായത് ഇതെന്താണ് പറയുന്നത്, സിമെട്രിക്കൽ സിറ്റുവേഷൻ ആണ്. അപ്പോൾ രണ്ടുപേരുടെയും സിറ്റുവേഷൻ ഒരേ തരത്തിലാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു ഏജിങ് പ്രോസസ് അല്ലെങ്കിൽ സ്ലോ ഏജിങ് പ്രോസസ് നടക്കുന്നില്ല അതിനകത്ത്. സോ ദ അസംഷൻ ഇസ് നോട്ട് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് മനസ്സിലാക്കുന്നതിനോ എടുക്കുന്നതിനോ ഇവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ
ഇപ്പോ ഒരു എർത്തില് ഒരു വർഷം കഴിയുമ്പോൾ ഈ എർത്തിൽ നിൽക്കുന്ന ആള് മൂവ് ചെയ്യുന്ന ആൾക്ക് ഒരു ലൈറ്റ് സിഗ്നൽ അയക്കുക. ലൈറ്റ് സിഗ്നൽ എന്ന് പറയുന്നത് നല്ല സ്പീഡിൽ ട്രാവൽ മാക്സിമം സ്പീഡിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഇതായതുകൊണ്ട് അത് ആ ഇൻസ്റ്റന്റിൽ അവിടെ എത്തുന്നു. അപ്പൊ അയാളും അതിന് വൺ വിതൗട്ട് എനി ടൈം ഡിലേ ഹി ക്യാൻ മാർക്ക് ഇറ്റ് ആസ് 1 ഇയർ. അപ്പൊ രണ്ടുപേരും ഒരേപോലെ 1 ഇയർ കൗണ്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ആക്ച്വലി ഇങ്ങനെ ഒരു പാരഡോക്സ്, ഇറ്റ്സ് എ പാരഡോക്സ് സിറ്റുവേഷൻ ഓൺലി ബിക്കോസ് വി ആർ കൺസിഡറിങ് ഓൺലി ദ മൂവ്മെന്റ് ഓഫ് വൺ ഒബ്ജെക്ട്. സോ ഇന്ന് റിവേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ മറ്റേ ആളാണ് അത് ആക്ച്വലി മൂവ് ചെയ്യുന്നതായിട്ട് തോന്നുന്നത്. അപ്പൊ രണ്ടും വരും ഒരേപോലെ, രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ് ഈ എഫക്റ്റുകളെല്ലാം സംഭവിക്കുന്നത്. ഇത് ടൈം ഡയലേഷന്റെ ഒരു എഫക്റ്റ് ആയിട്ട് പറയുന്ന ഒരു കേസ് മാത്രമാണ്. അപ്പൊ എന്നാലും നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക, ട്വിൻ പാരഡോക്സ് എന്താണെന്നും അതെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഇത് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ട്വിൻ പാരഡോക്സ് ടൈം ഡയലേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. So let us do a problem based on time dilation. Okay, here is a question. A particle of lifetime 2 times 10 to the power minus 6 moves through a laboratory with a speed 0.99 c. So the particle measure its lifetime as 2 times 10 to the power minus 6. So delta t0 equal to 2 times 10 to the power minus 6 second. And it is moving at a speed. So the speed is given as 0.99 c. So we have to calculate the time measured by an observer in the laboratory. So the observer sees this particle is a moving object. So it measures a longer time interval. So what is the time? Delta t equal to delta t0 divided by root of 1 minus v square divided by c square. That is equal to 2 times 10 to the power minus 6 divided by root of 1 minus 0.99 square c square divided by c square. So that is equal to 32 times 10 to the power minus 6 seconds. So that shows that the moving clock runs slow. It takes longer time in the moving reference frame. Okay, okay, students.